കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നത്തിങ് ഫോൺ 3A ആൻഡ് 3A Pro യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിരിക്കും ആൻഡ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ, അതായത് നത്തിങ് ഫോൺ 3A എടുക്കണോ 3A Pro എടുക്കണോ, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഡെഫിനറ്റ്ലി ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഹൈപ്പ് മാത്രമാണോ ആക്ച്വലി ഈ ഫോണുകളിൽ എന്താണുള്ളത് വിശദമായി നമ്മൾക്ക് നോക്കാം. ആൻഡ് വേറൊരു സംഭവം, ഞാൻ 3A Proയിൽ പ്രതീക്ഷിച്ച ഒരു സംഭവം ആക്ച്വലി 3Aയിലാണ് കിട്ടിയിരിക്കുന്നത്. അതെന്താണ് എന്നും കൂടി ഞാൻ വീഡിയോയിൽ പറയാം. ആൻഡ് ഓൾസോ വീഡിയോയുടെ അവസാനം നിങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിരുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സെക്ഷൻ ഡെഫിനറ്റ്ലി കാണാൻ മറക്കണ്ട. ആൻഡ് ഈ ഫോൺ ഓണാക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് 2 മേജർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായി. ഒരെണ്ണം ഏകദേശം 303 MBയുടെയും ഒരെണ്ണം 73 MBയുടെയും ആൻഡ് 2 ഫോണിനും വന്നിട്ടുണ്ട്. സോ 2 ഫോണും അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നത്തിങ് ഫോൺ 3A Proയുടെ ഡിസൈൻ ശരിക്കും ബോറാണോ? കാരണം കുറേ ആൾക്കാർക്ക് മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരുന്നു ഈ ഒരു ഡിസൈൻ റിവീൽ ചെയ്ത സമയത്ത്. ക്യാമറയുടെ പ്ലേസ്മെന്റ് എന്തായി ഇങ്ങനെ ഇരിക്കുന്നത്, അതിന്റെ കാരണം നത്തിങ് ഗോൾഡൻ റേഷ്യോ ഒക്കെയാണ് നോക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മീ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ നമ്മൾ കുറേ ഫോൺ അൺബോക്സ് ചെയ്ത ശേഷം ഈ ഫോൺ ഓണാക്കിയ സമയത്ത് നമുക്ക് ആ ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ എന്തോ ഡിഫറെന്റ് ആയിട്ടുണ്ട്, എന്തോ വെറൈറ്റി ആയിട്ടുണ്ട് എന്നൊരു തോന്നൽ ഡെഫിനറ്റ്ലി ഉണ്ടായി. ഈ 2 ഫോണുകൾ നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ 3A Proയുടെ ക്യാമറ ബമ്പ് ഇത്രയധികം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഫോൺ എന്തിൻ്റെയോ മുകളിലെടുത്ത് വെച്ച പോലെ ഒരു ഫീൽ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഈ 2 ഫോണും ടേബിളിൽ വെക്കുമ്പോൾ അമർത്തി കഴിഞ്ഞാൽ വോബിൾ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ 2 ഫോണുകളുടെ ബാക്കിലെ ഡിസൈൻ സെയിം ആണ്. 3Aയിൽ ആ ഒരു വട്ടത്തിനുള്ളിലുള്ള ക്യാമറ മോഡ്യൂളും 3A Proയിലുള്ള വട്ടത്തിനകത്തുള്ള ക്യാമറ മോഡ്യൂളും മാത്രമേ മാറിയിട്ടുള്ളൂ. ആൻഡ് ഈവൻ ക്യാമറ മോഡ്യൂളുള്ള പ്രൈമറി ക്യാമറയുടെയും ഫ്ലാഷിന്റെയും പൊസിഷൻ 2 ഫോണിലും മാറിയിട്ടില്ല. ഇത് എത്ര പേര് നോട്ടീസ് ചെയ്തു എന്ന് കമന്റ് ചെയ്യുക. കഴിഞ്ഞ കൊല്ലത്തെ 2A അപേക്ഷിച്ച് ഈ ഫോണിൽ വന്നിരിക്കുന്ന ആൻഡ് ഈ ഫോണുകളിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ലാസ്റ്റ് ഇയർ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ബട്ട് ദിസ് ഇയർ അവർ പാൻഡ ഗ്ലാസിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങൾക്ക് പാൻഡ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. ഗ്ലാസ് ബാക്ക് ആണെങ്കിലും ഈ 2 ഫോണുകളിൽ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ബട്ട് ഈസ് ബിൽഡ് ക്വാളിറ്റി വൈസ് ഒരു രക്ഷയുമില്ല, സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ആണ്. ആൻഡ് 2 ഡിവൈസും IP64 റേറ്റഡ് ആണ്. ഈ 2 ഫോണിന്റെയും ഫ്രെയിം മെറ്റാലിക് അല്ല, മാറ്റ് ഫിനിഷ് ഉള്ള പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഏകദേശം ഇതേ ഒരു ഫ്രെയിം തന്നെയാണ് നമ്മൾ CMFന്റെ ഫോൺ 1ലും കണ്ടത്. സോ ആ ഒരു റിസംബ്ലൻസ് എനിക്ക് തോന്നി. എന്നാലും സൈഡിലായിട്ട് നിങ്ങൾക്ക് ആക്സെന്റ് കളേഴ്സിലുള്ള ബട്ടൺസ് കാണാനായിട്ട് പറ്റും. ഇത് ഗ്രേ കളർ ഫോണാണ്, ഇതിൽ ഒരു സിൽവർ ആക്സെന്റും. ഇത് വൈറ്റ് കളർ ഫോണാണ്, ഇതിലൊരു ബ്ലാക്ക് ആക്സെന്റും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ഫ്ലാറ്റ് ആയിട്ടുള്ള വോളിയം ബട്ടൺസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പവർ ബട്ടണും ഒരു കുറച്ച് എംബോസ് അല്ലെങ്കിൽ ഒരു പിൽ ഷേപ്ഡ് അല്ലെങ്കിൽ ഹാഫ് പിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബട്ടണും കൂടിയുണ്ട്. അതിനവർ ഇസെൻഷ്യൽ കീ ബട്ടൺ എന്നാണ് വിളിക്കുന്നത്. എന്നാലും എസെൻഷ്യൽ കീ എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ആ ഒരു സെക്ഷനെ നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്തായാലും പലപ്പോഴായിട്ടും പവർ ബട്ടണും എസെൻഷ്യൽ കീയുടെ ബട്ടണും എനിക്ക് മാറിപ്പോവാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. താഴെയായിട്ട് നിങ്ങൾക്ക് 2ലും USB Type-C പോർട്ട് ഉണ്ട്. ഒരേപോലെ ഇരിക്കുന്ന സ്പീക്കർ ഗ്രില്ല്, അതേപോലെ 2 നാനോ സിം ഇടാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു മൈക്രോഫോൺ ഹോൾ ഉണ്ട്. മുകളിലും നിങ്ങൾക്കൊരു മൈക്രോഫോൺ ഹോൾ ഉണ്ട്. എക്സ്ക്ലൂഡിംഗ് ഇന്ത്യൻ വേരിയന്റ്, ബാക്കിയുള്ള വേരിയൻസിലൊക്കെ ഈ സിമ്മിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇതിനകത്ത് 2 ഫിസിക്കൽ സിമ്മിന്റെ സപ്പോർട്ടാണ് ഉള്ളത്. 3Aയുടെ വെയിറ്റ് ഏകദേശം 201 ഗ്രാം ആണ്. ആൻഡ് 3A Pro 10 ഗ്രാം കൂടുതലാണ്. ആൻഡ് യെസ് 10 ഗ്രാമിന്റെ ഒരു ക്യാമറ മോഡ്യൂളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, വിച്ച് മീൻസ് 211 ഗ്രാം. എന്തായാലും കൈ പിടിക്കുന്ന സമയത്ത് എനിക്ക് 3A Pro ആണ് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ഗ്രിപ്പ് തോന്നിയത്. ബിക്കോസ് ഈ ഒരു ക്യാമറ മോഡ്യൂൾ എനിക്കിങ്ങനെ വിരൽ വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫോൺ ഇങ്ങനെ ഇഴുകി വീഴാത്ത ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല എന്ന് മാത്രം. കാരണം ക്യാമറ മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത് ബംപ് അല്ല, മറിച്ച് ചെറിയ ഒരു സ്ലാന്റിംഗ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. 2 ഫോണിന്റെ ബാക്കിൽ നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഗ്ലിഫ് ലൈറ്റ്സ് ഉണ്ട്. ആൻഡ് ഇതിന് ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് വോളിയം ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഗ്ലിഫ് ലൈറ്റ് യൂസ് ചെയ്യാം. ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു വിഷ്വലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് സ്പെസിഫിക് കോൺടാക്റ്റുകൾ വിളിക്കുമ്പോൾ സ്പെസിഫിക് പാറ്റേണിൽ നോട്ടിഫിക്കേഷൻസ് ലൈറ്റ് കത്തുക. ആൻഡ് ഓൾറെഡി നത്തിങ്ങിന്റെ കുറെ ചങ്കി ആയിട്ടുള്ള റിംഗ് ടോൺസ് ഉണ്ട്. അതേപോലത്തെ കുറച്ചധികം റിംഗ് ടോൺസും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഈവൻ സ്വന്തമായിട്ട് റിംഗ് ടോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പോസർ ഓപ്ഷൻ വരെ കിട്ടുന്നുണ്ട്. ബട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ 2 ഫോണിനും ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണുള്ളത്. 6.77 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ 2ലും കൊടുത്തിരിക്കുന്നത്. 3A Proയിൽ ഒരു ഫുൾ HD പ്ലസിന് പകരം ഒരു 1.5K ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായേനെ. എന്നാലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2A വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3Aയിൽ യെസ് ഈക്വൽ സൈസ്ഡ് ബെസൽസ് ആണ് ഓൾ സൈഡ്സിൽ വരുന്നതെങ്കിലും കുറച്ചുകൂടി തിക്കർ ആയിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തായാലും 2 ഡിവൈസുകളും അൾട്രാ HDR സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ് തന്നെയാണ്. ആൻഡ് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഇൻഡോറിൽ മാക്സിമം 800 nits വരെ പോകുന്നുണ്ട്. ഇൻഡോർ വിസിബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല. ഔട്ട്ഡോറിൽ ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ 1300 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. ആൻഡ് ഔട്ട്ഡോറിലും ഞാൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്ക്രീന് നല്ലപോലെ കാണുന്നുണ്ട്. ആൻഡ് HDR കോണ്ടന്റുകൾ കാണുന്ന സമയത്ത് ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് 3000 nits വരെ പോകുന്നുണ്ട്. ബട്ട് ഒരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ, ഇതിനകത്തുള്ള 120 ഹെർട്സ് ഡിസ്പ്ലേ ഒഴുകുവാണ്. അതായത് വെണ്ണ പോലെ എന്നൊക്കെ പറയില്ലേ, ഇത്രയും സ്മൂത്ത്നെസ് ഞാൻ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം യെസ് നത്തിങ് OS 3.1 അത്രത്തോളം
ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. സോ യൂസ് ചെയ്യുന്ന സമയത്ത് ഈവൻ നോട്ടിഫിക്കേഷൻ ബാർ പുൾ ഡൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സ്നാപ്പി ആയിട്ട് എന്നാൽ ഒഴുകുന്ന ഒരു ഫീൽ രണ്ട് ഫോണിലും കാണുന്നുണ്ട്. സോ യെസ്, നത്തിങ് OS 3.1 ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള നത്തിങ് OSന്റെ വെർഷനാണ്. ആൻഡ് ആസ് യൂഷ്വൽ നത്തിങ് OSൽ യാതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും ഇല്ല. ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒന്നിലെ നത്തിങ്ങിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു തീം വെക്കാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡിന്റെ തീം വെക്കാം. ആൻഡ് അവർ പറയുന്നത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉള്ളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ മൾട്ടി ടാസ്കിങ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മാനേജ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് മാത്രമല്ല നത്തിങ് OS 3.1ൽ കുറച്ചധികം കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഇതിന്റെ ലോക്ക് സ്ക്രീൻ ഇപ്പോൾ പല ടൈപ്പിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. പല ക്ലോക്ക് ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു ചെറിയ പോപ്പപ്പ് വിൻഡോയിലാക്കുമ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. വെൽ, ഓവറോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിവൈസ് ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്നാപ്പി ആണ്. കാര്യങ്ങളൊക്കെ ക്വിക്ക് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒക്കേഷണലി ജിറ്റേഴ്സ് ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ബട്ട് ഐ ഡിഡ് നോട്ട് ഫേസ്. എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ജിറ്റേഴ്സ് ഒന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഒട്ടുമിക്ക സമയങ്ങളിലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ്. ചില സമയങ്ങളിൽ ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ജിറ്റർ വന്നാലായി. ബട്ട് അതൊക്കെ വല്ലപ്പോഴും ഒക്കേഷണലി റെയർ ആയിട്ട് വരുന്നു എന്ന് മാത്രം. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് റിയലി സ്മൂത്ത്. സോ കമ്മിങ് ടു ഫീച്ചേഴ്സ്, മറ്റ് കമ്പനികൾ ചെയ്യുന്നത് പോലെ ഒബ്ജക്റ്റിനെ എറേസ് ചെയ്ത് കളയുക, പുതിയ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫോർമാറ്റ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള പരിപാടി അല്ല. മറിച്ച് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. യെസ്, ബാക്ക് ടു ദി എസെൻഷ്യൽ കീ. സോ നോർമലി നമ്മൾ ഫോണിൽ പല കാര്യങ്ങൾക്കും സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കാറുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം പിന്നീട് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോൾ എന്തിനാണ് ആ സ്ക്രീൻഷോട്ട് എടുത്തത് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. സോ ഈ ഒരു എസെൻഷ്യൽ കീയുടെ പരിപാടി എന്താ വെച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ടിന്റെ കൂടെ എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്ത് വെക്കാം. ഉദാഹരണത്തിന് ഇതിനകത്ത് ഞാനൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ആ ഒരു അപ്ഡേറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിന്റെ ഒപ്പം നിങ്ങൾക്കൊരു വോയിസും കൂടി റെക്കോർഡ് ചെയ്ത് വോയിസ് നോട്ടായിട്ട് വെക്കാം. ഇനി ഈ എടുത്ത സ്ക്രീൻഷോട്ടുകളെല്ലാം എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷനിൽ പോയി കിടക്കും. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ അത് അപ്ഡേറ്റിനെ പറ്റിയാണെന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നും അതിനെ ഒരു റിമൈൻഡർ ആയിട്ട് ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരത്തിൽ നിങ്ങൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടും അതുമായിട്ട് പറയുന്ന വോയിസും അനലൈസ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഈ ഒരു എസെൻഷ്യൽ സ്പേസ്. യെസ്, ഇതൊരു ബീറ്റ വെർഷനിലാണ്. സോ ഇപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉള്ളത്. ബട്ട് മോർ ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുമെന്ന് പറയുന്നു. ബട്ട് യെസ്, AI നമ്മൾ നോർമലി കാണുന്നതിലും ഒരു വ്യത്യസ്തമായ ഒരു അപ്രോച്ച്. കൂടാതെ ഗൂഗിളിന്റെ AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള സർക്കിൾഡ് സെർച്ച് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഗൂഗിൾ ജെമിനയും ഇതിനകത്ത് അവൈലബിൾ ആണ്. എന്നാലും 3 ഇയേഴ്സിന്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് അപ്ഡേറ്റിന്റെ കാര്യത്തിൽ യെസ്, നത്തിങ്ങിനെ സമ്മതിച്ചിരിക്കുന്നു. കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസിന് ഒബ്വിയസ്ലി OS മാത്രം പോരാ, നല്ലൊരു ഹാർഡ്വെയറും കൂടെ വേണം. ഇപ്രാവശ്യം ഇവർ സ്നാപ്ഡ്രാഗണുമായിട്ടാണ് പോയിരിക്കുന്നത്. 2 ഫോണിനകത്തും സ്നാപ്ഡ്രാഗൺ 7S Gen 3 ചിപ്സെറ്റ് ആണ്. ഇത് ഒരു കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള മിഡ് റേഞ്ച് പ്രോസറാണ്. ഏകദേശം 8 ലക്ഷത്തോളം നിങ്ങൾക്ക് AnTuTu സ്കോർ വരുന്നുണ്ട്. രണ്ടിലും സെയിം സ്കോർസ് ആണ് വരുന്നത്. ആൻഡ് യെസ്, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് 8GB റാം ആണ് വരുന്നത്. 128 256GB സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്. ആൻഡ് യെസ്, സ്റ്റോറേജ് വേരിയൻസ് ഇപ്പോഴും UFS 2.2 ആണ്. സോഫ്റ്റ്വെയർ വൈസ് യെസ് ഒബ്വിയസ്ലി അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹാർഡ്വെയർ വൈസ് അവർ UFS 2.2ക്ക് വരും UFS 3.1 കൊടുക്കാമായിരുന്നു. ഈ ഒരു പ്രൈസിനെങ്കിലും അറ്റ്ലീസ്റ്റ് 3A പ്രോയിൽ. സോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം 3A പ്രോയിൽ പ്രതീക്ഷിച്ചു. ബട്ട് 3Aയിൽ കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 സ്മാർട്ട് ഫോൺസിന് ഞാൻ BGMI ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ BGMI 3A പ്രോയിൽ നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്ട്രീമി കളിക്കാൻ പറ്റും. 60 FPS കളിക്കാൻ പറ്റുമെങ്കിലും 3Aക്കകത്ത് നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് അഥവാ 90 FPS കളിക്കാൻ പറ്റും. സോ 3Aയിൽ 90 FPS അൺലോക്ഡ് ആണ്. ബട്ട് 3A പ്രോയിൽ ഇപ്പോഴത്തേക്ക് 90 FPS അൺലോക്ഡ് അല്ല. മേ ബി ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് കൂടെ അൺലോക്ക് ചെയ്യുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ യെസ്, ഇതിന് നിങ്ങൾക്ക് BGMI 60 FPS അല്ല 90 FPS കളിക്കാൻ പറ്റും. രണ്ടും ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആണെന്ന് പറയില്ല എങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത് യാതൊരു ഹീറ്റിങ്ങും ഞാൻ നോട്ടീസ് ചെയ്തില്ല. സോ അത്യാവശ്യം നല്ലപോലെ ഗെയിംസ് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് കൂടുതലും ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഡേ ടു ഡേ സ്നാപ്പി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് തന്നെയാണ്. ഇനി കമ്മിങ് ടു ഈ 2 ഫോണിൻ്റെയും ഏറ്റവും വലിയ മേജർ ഡിഫറൻസ്, ക്യാമറാസ്. 2 സ്മാർട്ട് ഫോൺസിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കാണുന്ന ആകെയുള്ള വ്യത്യാസമാണ് 3Aയിൽ നിങ്ങൾക്ക് ഒരു 2x ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 3A പ്രോയിൽ നിങ്ങൾക്കൊരു 3x പെരിസ്കോപ്പ് ലെൻസ് ഉണ്ട്. ആൻഡ് 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ, ഇതിൽ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ. സോ ക്യാമറ കോൺഫിഗറേഷൻസ് ഇങ്ങനെയാണ് 2 ഫോണുകളിലും വരുന്നത്. 2 ഫോൺസിന്റെ ഫോട്ടോസ് നമ്മൾ സെപ്പറേറ്റ്ലി എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ വാം ടിന്റ് ഉണ്ട്. അതായത് ഐഫോൺസിലൊക്കെ എടുക്കുന്ന ഫോട്ടോസിന്റെ പോലെ ഒരു വാം ടിന്റ് 2 ഫോൺസിലും കാണുന്നുണ്ട്. 2 ഫോൺസിനെയും പ്രൈമറി ക്യാമറ 50 മെഗാപിക്സലിന്റെ സാംസങ് സെൻസർ ആണെങ്കിലും 3Aയിൽ നിങ്ങൾക്ക് 1/1
1.57 ഇഞ്ചിൻ്റെ സെൻസറാണ്. 3A പ്രോയിൽ നിങ്ങൾക്ക് 1/1.56 ഇഞ്ചിൻ്റെ സെൻസറാണ്. സോ കമ്പാരിറ്റീവ്ലി കുറച്ച് സ്മോളർ സെൻസർ 3A പ്രോയിലാണ്. ഔട്ട്ഡോർസിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ രണ്ട് ഫോണുകളിലും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ബട്ട് 3A പ്രോയിലുള്ള ഫോട്ടോസിന് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. 3Aയിൽ കുറച്ചുകൂടി കോൺട്രാസ്റ്റ് കുറഞ്ഞ ഫോട്ടോസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് യെസ്, ഹ്യൂമൻ സബ്ജക്ട്സ് വരുന്ന സമയത്ത് 3A പ്രോയിലുള്ള ഫോട്ടോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നെസ് നമുക്ക് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡൈനാമിക് റേഞ്ച് വൈസ് നോക്കുവാണെങ്കിൽ രണ്ടിലും HDR ഉണ്ടെങ്കിലും എനിക്ക് 3A പ്രോയിലാണ് കുറച്ചുകൂടി ബെറ്റർ HDR തോന്നിയത്. ഇതിൽ നിങ്ങൾക്ക് 1xലും 2x ക്രോപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാം. ഇതിനകത്ത് 1xനും 2xലും രണ്ട് സെൻസേഴ്സ് ആണുള്ളത്. സോ സെപ്പറേറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് 2x ഫോട്ടോ 3Aയിലാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ പോർട്രേറ്റിൽ 3x ഫോട്ടോയിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പെരിസ്കോപ്പ് ലെൻസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ 3x ക്രോപ്പ് ചെയ്തിട്ടുള്ള സെൻസറിൽ സൂം ചെയ്തിട്ടുള്ള 3x ആണ് എന്നുള്ളതുകൊണ്ട് യെസ്, ഔട്ട്പുട്ട് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ടെങ്കിലും സൂം ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഡീറ്റെയിലിംഗിൽ. ആൻഡ് യെസ്, ഇതിനകത്ത് 1xും 2xും 3xും അല്ല 4xലും നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് യെസ്, 4xൽ വരുമ്പോൾ ഒബ്വിയസ്ലി 3Aക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. 3A Pro is far better. രണ്ട് ഫോണിലും കുറച്ചധികം ബൊക്കെ മോഡുകളുണ്ട്. ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളുള്ള ബൊക്കേസ് ഇതിൽ നിന്ന് വരുത്താനായിട്ട് പറ്റും. സോ നോർമൽ ഡേ ടൈമിൽ ഫോട്ടോസ് അത്ര പഞ്ചി ആൻഡ് വിവിഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ന്യൂട്രൽ ടോൺ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 3A കുറച്ചുകൂടി വാമർ സൈഡ് ആൻഡ് കുറച്ചുകൂടി ലൈറ്റർ സൈഡിലാണ്. 3A Pro കുറച്ചുകൂടി ലെസ് വാമർ ബട്ട് കുറച്ച് കോൺട്രാസ്റ്റി സൈഡിലാണ്. പക്ഷേ ലൈറ്റ് ഒന്ന് ഡിമ്മായി കഴിഞ്ഞാൽ രണ്ട് ഫോണിന്റെയും സിഗ്നേച്ചേഴ്സ് മാറും. ലോ ലൈറ്റ് കണ്ടീഷൻസിൽ രണ്ട് ഫോണിലും ഫോട്ടോസ് എടുക്കുമ്പോൾ എനിക്ക് 3A പ്രോയിന്റെ ഫോട്ടോസ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് കമ്പയർഡ് ടു 3A. ഇനി സൂം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിലുള്ള 2x പോർട്രേറ്റ് ഫോട്ടോസ് അത്യാവശ്യം ലൈറ്റ് കുറയുന്ന സമയത്ത് സോഫ്റ്റ്നെസ് കൂടി വരുന്നുണ്ട്. യെസ്, ഗ്രെയിൻസ് അത്ര ഇല്ലെങ്കിലും കുറച്ചുകൂടി സോഫ്റ്റർ ഫോട്ടോസ് ആണ്. ഡെഫിനറ്റ്ലി നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ ലോ ലൈറ്റിൽ പോലും ഇതിൽ വരുന്ന 3x ഫോട്ടോസിന്റെ ഔട്ട്പുട്ട് ഫാന്റാസ്റ്റിക്. 2x ടെലിഫോട്ടോസിൽ കാണുന്ന ഔട്ട്പുട്ട് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലെങ്കിലും സൂം ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് നല്ലപോലെ ലോ ലൈറ്റിൽ മിസ്സിംഗ് ആണ്. ഇനി രണ്ട് ഫോണിന്റെയും അൾട്രാ വൈഡിന്റെ ഫോട്ടോസ് നോക്കുവാണെങ്കിൽ രണ്ടും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആണ്. ലാസ്റ്റ് ഇയർ 50 മെഗാ പിക്സൽ ആയിരുന്നു. അതിൽ നിന്നും 8 മെഗാ പിക്സലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നോർമലി ഡേ ടൈമിൽ എടുക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഫോട്ടോ ആണ് വരുന്നതെങ്കിലും നൈറ്റ് ടൈമിൽ വരുമ്പോൾ നല്ലപോലെ ഡീറ്റെയിൽസ് ലൂസ് ആവുന്നുണ്ട്. ഇനി രണ്ട് ഫോണിന്റെ വീഡിയോ ഡിപ്പാർട്ട്മെന്റ് വരുവാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ രണ്ടിലും നിങ്ങൾക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ആ 3Aയിൽ എടുക്കുന്ന വീഡിയോസിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ലുക്കിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ഉള്ള വീഡിയോസ് ഡെഫിനറ്റ്ലി 3A പ്രോയിലാണ് വരുന്നത്. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ് കാണിക്കുന്ന സമയത്ത് രണ്ട് ഫോണുകളിലും ലെൻസ് ഫ്ലെയർ ഒന്നും വരുന്നില്ല. ബട്ട് HDRും ബെറ്റർ മാനേജ് ചെയ്യുന്നത് 3A Pro ആണ്. ആൻഡ് യെസ്, 3A പ്രോന്റെ ക്യാമറാസ് വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെലിഫോട്ടോ ക്യാമറ വെച്ചുള്ള മാക്രോ ഫോട്ടോസും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി രണ്ടിലുള്ള വൈഡ് ആംഗിൾ ക്യാമറയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതിനകത്തുള്ള 2x ടെലിഫോട്ടോയിലും ഇതിനകത്തുള്ള 3x പെരിസ്കോപ്പിലും നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് യെസ്, 3xലുള്ളതും 2xലുള്ള വീഡിയോസും കുഴപ്പമില്ല എങ്കിലും അത്യാവശ്യം ഗ്രെയിനിയാണ്. ഇനി നൈറ്റ് ടൈമിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ശരിക്കും 3Aയിലുള്ള വീഡിയോസ് കുറച്ചുകൂടി നല്ല വാമർ സൈഡിലാണ് കമ്പയർഡ് ടു 3A Pro. ബട്ട് രണ്ടിലും ഗ്രെയിൻസ് ഒന്നും കാണുന്നില്ല. ഇനി സെൽഫീസിലേക്ക് വരുമ്പോൾ 3Aയിൽ നിങ്ങൾക്ക് 32 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. 3A Proയിൽ 50 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. ബട്ട് രണ്ട് സെൽഫീസ് നോക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ മെഗാ പിക്സൽ കൂടുതലുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് 3Aയിലുള്ള സെൽഫീസ് ആണ്. 3Aയിൽ 32 MP എടുക്കുന്ന സെൽഫീസ് അത്യാവശ്യം ഷാർപ്പാണ്, ക്ലിയർ ആണ്. എന്നാൽ രണ്ടിലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് സെൽഫീസിൽ 3A Pro കുറച്ചുകൂടി സൂംഡ് ഇൻ ആയിട്ട് തോന്നുന്നു 3Aനെ കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് രണ്ടും 1x തന്നെയാണ് കിടക്കുന്നത്. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴും യെസ്, ഫ്രണ്ടിൽ 3A പ്രോയിൽ നിങ്ങൾക്ക് 4K 30 FPS വീഡിയോ എടുക്കാം. ഇതിനകത്ത് 1080p 60 വരെയും പറ്റുള്ളൂ. ബട്ട് രണ്ടിന്റെയും വീഡിയോ സാമ്പിൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ 4K 30 FPS എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും നല്ലപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇതിലുള്ള 1080p 60 FPSന്റെ ഔട്ട്പുട്ട് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് രണ്ട് വീഡിയോസും ഇവിടെ കാണാം. സോ ഓവറോൾ നമ്മൾ ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ ഔട്ട്പുട്ട് വൈസ് എനിക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടത് 3A Pro ആണ്. എസ്പെഷ്യലി ഇതിന്റെ പെരിസ്കോപ്പ് ക്യാമറയിൽ വരുന്ന ഔട്ട്പുട്ട് ഇസ് സോ ഗുഡ്. ആൻഡ് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് 2x ടെലിഫോട്ടോനേക്കാളും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന 3x ഫോട്ടോസ് ആണ്. സോ ഇതിന്റെ 2xനെ ക്രോപ്പ് ചെയ്തെടുക്കുന്ന 3xനേക്കാൾ ഡയറക്റ്റ് 3xൽ എടുക്കുന്ന ഫോട്ടോസിനായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത്. രണ്ട് ഫോണിലും 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അപ് ടു 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ബോക്സിനകത്ത് ചാർജറില്ല, ടൈപ്പ് സി കേബിൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഞാനിത് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്തത് എൻ്റെ കയ്യിലുള്ള CMFന്റെ 65 വാട്ടിന്റെ PD ചാർജർ ഉണ്ടായി. അത് വെച്ച് ഏകദേശം 1 മണിക്കൂറിന് താഴെ എടുത്തു ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. അതിൽ കുത്തുമ്പോൾ താഴെ ചാർജിങ് റാപ്പിഡ്ലി എന്ന് എഴുതി കാണിക്കും. രണ്ട് ഫോണിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ആൻഡ് സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം ലൗഡ് ആൻഡ് ക്ലിയർ ആണ്. സാമ്പിൾ കേട്ട് നോക്കാം. ആൻഡ് സ്ക്രീനിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആണ്. അതിൻ്റെ പൊസിഷൻ കുറച്ചുകൂടി മുകളിലായിരുന്നെങ്കിൽ ഈ ഒരു സൈസിന് കൺവീനിയൻ്റ് ആയനെ. ആൻഡ് പല ആൾക്കാരും ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഡിവൈസിനകത്ത്
ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടോ എന്ന്. യെസ്, ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ രണ്ട് ഫോണുകളിലും ഉണ്ട്. കൂടാതെ രണ്ട് ഡിവൈസുകളിലും നിങ്ങൾക്ക് NFC സപ്പോർട്ട് അഥവാ ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് പറ്റും. വൈഫൈ വെർഷൻ 6 ആണ് ആൻഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. IR ബ്ലാസ്റ്റർ ഇല്ല. ഇനി നമുക്ക് Q&A സെക്ഷനിലേക്ക് വരാം. ആദ്യമായി ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ സേവ്ഡ് കോൺടാക്റ്റുകൾക്ക് ഉണ്ടോ എന്ന്. രണ്ട് ഫോണിലും ഗൂഗിളിൻ്റെ ഡയലറാണ് യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓൺ ആക്കാൻ പറ്റും. സേവ്ഡ് കോൺടാക്റ്റുകളുടെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മാനുവലി നിങ്ങൾക്ക് ഏത് കോൺടാക്റ്റിൻ്റെ ആണ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. 3Aയും 3A പ്രോയും സ്പെസിഫിക്കേഷൻ വൈസ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ക്യാമറ ഒഴികെ ബാക്കി എല്ലാം സെയിം ടു സെയിം അല്ലേ. അപ്പോൾ 3Aക്ക് പകരം 3A Pro മേടിക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മളെ കൺവിൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നോർമൽ 2x ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് 3x ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത് നിങ്ങൾ കണ്ടു. സോ 3x എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 70 മില്ലിമീറ്ററിലാണ് ഫോട്ടോസ് എടുക്കാൻ വരുന്നത്. 70 മില്ലിമീറ്ററിൽ എടുക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരാളുടെ ശരിക്കും പ്രൊപ്പോർഷൻ വരുന്നത്. അതുപോലെ ഈ ടെലിഫോട്ടോ ലെൻസ് വെച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് മാക്രോ ഫോട്ടോസും എടുക്കാൻ പറ്റുന്നുണ്ട്. സോ കൂടുതൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഈ ഒരു 3x ടെലിഫോട്ടോ ഉള്ള 3A Proയെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഓൾസോ ഫ്രണ്ട് ക്യാമറയിൽ 3A Proയിൽ 50 മെഗാ പിക്സൽ, ഇതിനകത്ത് 32 മെഗാ പിക്സൽ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ 3A Pro എടുക്കണമെന്ന് വെച്ചാൽ ഐ വിൽ സേ ഇല്ല, 3A ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. യെസ്, 4Kയിൽ ഫ്രണ്ടിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കാലിറ്റി വൈസ് എനിക്ക് 3Aയിലുള്ള 1080p 60 FPS ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. ബട്ട് ഓവറോൾ എക്സ്പീരിയൻസ് വൈസ് രണ്ട് ഫോണിലും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ബട്ട് രണ്ട് ഫോണും കയ്യിലെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ്, ഒരു ഡെൻസിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണെങ്കിലാണ് നിങ്ങൾക്ക് 3A Pro കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. ഗൊറില്ല ഗ്ലാസും പാൻഡ ഗ്ലാസും കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ പാൻഡ ഗ്ലാസ് എന്ന് പറയുന്നത് ചൈനീസ് കമ്പനി ഉണ്ടാക്കുന്നതാണ്. ഗൊറില്ല ഗ്ലാസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഈ രണ്ട് ഗ്ലാസുകളും രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. ലൈക്ക് ഇപ്പോൾ മീഡിയാടെക്കും സ്നാപ്ഡ്രാഗൺ ഒക്കെ പോലെ. അതായത് ഗൊറില്ല ഗ്ലാസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഗ്ലാസ്, ഇമ്പാക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യുന്ന സ്ട്രെങ്ത്തിന് പേര് കേട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. എന്നാൽ പാൻഡ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അഫോർഡബിലിറ്റി ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഗ്ലാസ് ആണ്. അവർ കൂടുതലും സ്ക്രാച്ച് റെസിസ്റ്റൻസിലേക്കാണ് നോക്കുന്നത്. സോ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേകളാണ് പാൻഡ ഗ്ലാസ്. ആൻഡ് പ്രീ അപ്ലൈഡ് ആയിട്ട് രണ്ട് ഫോണിലും സ്ക്രീൻ പ്രൊട്ടക്ടർ ഓൾറെഡി വരുന്നുണ്ട്. സൂം ടെസ്റ്റ് ചെയ്യാമോ? സോ ദിസ് ഇസ് ദ സൂം ടെസ്റ്റ് 3A Proയിലുള്ള പെരിസ്കോപ്പ് ലെൻസ് വെച്ച് എടുത്തിരിക്കുന്ന ഈ ഒരു ടവറിൻ്റെ ഫോട്ടോ. 2A എടുക്കണോ 3A എടുക്കണോ? 2A അല്ലേ കുറച്ചുകൂടി ക്യാമറയിൽ ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ അൾട്രാ വൈഡ് ഫോട്ടോസ് കൂടുതൽ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി 50 മെഗാ പിക്സൽ 2Aയിൽ ഓക്കെയാണ്. ബട്ട് ഐ തിങ്ക് അൾട്രാ വൈഡിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്നല്ല, കുറച്ചുകൂടി മോർ യൂസബിൾ സംഭവം എന്ന് പറയുന്നത് ടെലിഫോട്ടോ ക്യാമറയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ 3A ഈസ് ഗുഡ്. ഫൈനലി ഈ രണ്ട് ഡിവൈസുകളും വാല്യൂ ഫോർ മണി ആണോ എന്ന് വെച്ചാൽ രണ്ടിനും പ്രൈസ് നോക്കാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് 8GB RAM 128GB സ്റ്റോറേജ്. 3A വരുന്നത് 24,999 rupees. 3A Pro വരുന്നത് 29,999 rupees. ഐ തിങ്ക് 2K എന്തോ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് രണ്ട് ഫോണുകളിലും കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഫോണുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത് 3A ആണ്. ഇതല്ലാണ്ട് കുറേ അധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെല്ലെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.